PR സ്വപ്നം കാണുന്നവർക്കും വർക്ക് പെർമിറ്റിൽ ജോലി തേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും പ്രവാസി മലയാളികൾക്കും വൻ ആശ്വാസം നൽകുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 6.4% താഴ്ന്നു. കാനഡയിലെ ഔദ്യോഗിക വിവരശേഖരണ ഏജൻസിയായ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഒറ്റ മാസം കൊണ്ട് രാജ്യത്ത് 75,000 പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിസ ചട്ടങ്ങളിലെ നിയന്ത്രണങ്ങളും സാമ്പത്തിക മാന്ദ്യ ഭീതിയും കാരണം കാനഡയിൽ തൊഴിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന മലയാളി പ്രവാസികൾക്കും ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകൾക്കും ഏറെ പ്രത്യാശ നൽകുന്ന ഈ തൊഴിൽ മുന്നേറ്റത്തെക്കുറിച്ചും ഇത് നിങ്ങളുടെ PR അഥവാ പെർമനന്റ് റെസിഡൻസി സാധ്യതകളെ എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നും വിശദമായി തന്നെ അറിയാം. കാനഡയിലെ ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിത കുതിച്ചുചാട്ടമാണ് പ്രതിഫലിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട 75,000 പുതിയ ജോലികളിൽ പാതിയിലധികവും സ്ഥിര നിയമനങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ 38,600 ഫുൾ ടൈം തൊഴിൽ അവസരങ്ങളും 36,600 പാർട്ട് ടൈം ജോലികളുമാണ് വിപണിയിൽ ലഭ്യമായിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരുടെയും ബാങ്ക് ഓഫ് കാനഡയുടെയും പ്രവചനത്തെക്കാൾ 4 മടങ്ങ് അധികം ജോലികളാണ് വിപണിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിൽ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതലായി വസിക്കുന്ന ഒന്റാറിയോ, ബ്രിട്ടീഷ് കൊളംബിയ എന്നീ പ്രവിശ്യകളിലാണ്. ഒന്റാറിയോയിൽ മാത്രം 52,000 പുതിയ ജോലികൾ രൂപപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ 18,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഏതൊക്കെ തൊഴിൽ മേഖലയിലാണ് ഈ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ജോലി അന്വേഷിക്കുന്ന മലയാളികൾക്ക് വളരെ സഹായകരമായിരിക്കും. സേവന മേഖലയിലാണ് ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 64,000 പുതിയ അവസരങ്ങളാണ് ഈ മേഖലയിൽ രൂപപ്പെട്ടത്. ഫിനാൻസ്, പ്രൊഫഷണൽ സേവനങ്ങൾ, റീറ്റെയിൽ, ട്രേഡ് എന്നിവ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിനു പുറമെ മാനുഫാക്ചറിംഗ് അഥവാ ഉൽപാദന മേഖലയിൽ 11,000 ജോലികളും കൺസ്ട്രക്ഷൻ അഥവാ നിർമ്മാണ മേഖലകളിൽ 16,000 പുതിയ അവസരങ്ങളും ലഭ്യമായി. ഈ തൊഴിൽ വർധനവ് കാനഡയിലുള്ള മലയാളി വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും എന്തുകൊണ്ട് നിർണായകമാകുന്നു എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി കാനഡയിൽ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസ നിബന്ധനകളും പഠനശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് നിയമങ്ങളും കടുപ്പിച്ചതോടെ ജോലി കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ നിർമ്മാണ, സർവീസ്, മാനുഫാക്ചറിംഗ് മേഖലകളിൽ പ്രകടമാകുന്ന ഈ വീണ്ടെടുപ്പ് പഠനം പൂർത്തിയാക്കിയ മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ Tier 0, 1, 2, 3 ഗണത്തിൽപ്പെടുന്ന സ്കിൽഡ് ജോലികൾ കരസ്ഥമാക്കാൻ വഴി തുറക്കുന്നു. ഇതോടൊപ്പം എക്സ്പ്രസ് എൻട്രി വഴി കനേഡിയൻ പെർമനന്റ് റെസിഡൻസി ലക്ഷ്യമിടുന്നവർക്ക് ഇത് വലിയ സുവർണാവസരമാണ്. കാനഡ ഗവൺമെന്റ് നിലവിൽ നടപ്പിലാക്കി വരുന്ന കാറ്റഗറി ബേസ്ഡ് എക്സ്പ്രസ് എൻട്രി ഡ്രോകളിൽ ട്രേഡ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, സ്റ്റെം മേഖലകൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. സർവീസ്, കൺസ്ട്രക്ഷൻ മേഖലകളിലെ തൊഴിൽ വളർച്ച ഈ വിഭാഗങ്ങളിലെ പ്രവാസി അപേക്ഷകൾക്ക് കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് അതിവേഗം സ്വന്തമാക്കാനും അവിടെ നിന്ന് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി വേഗത്തിൽ PR നേടാനും സഹായിക്കും. കാനഡയിലെ തൊഴിൽ വിപണി വീണ്ടും ശക്തമാകുന്ന ഈ ഘട്ടത്തിൽ ജോലി അന്വേഷിക്കുന്ന പ്രവാസി മലയാളികൾ 4 പ്രധാന കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്നാമതായി, കനേഡിയൻ റെസ്യൂമെ ഫോർമാറ്റിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ പരിഷ്കരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ റിപ്പോർട്ട് വ്യക്തമാക്കുന്ന വളർച്ചാ മേഖലകളായ ഒന്റാറിയോ, BC എന്നീ പ്രവിശ്യകളിലെ ഡിമാൻഡുള്ള തൊഴിലുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ നാഷണൽ ഒക്കുപേഷൻ ക്ലാസിഫിക്കേഷൻ അഥവാ TER കോഡുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി, വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലും വ്യാജ LMIA തട്ടിപ്പുകളിലും വീഴാതിരിക്കുക. വിപണിയിൽ യഥാർത്ഥ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഔദ്യോഗിക ജോബ് ബാങ്കുകൾ, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളായ LinkedIn എന്നിവ വഴി മാത്രം തൊഴിലുടമകളെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. മൂന്നാമതായി, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്റ്റുഡന്റ് വർക്ക് അവേഴ്സ് നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പഠനകാലത്തെ അനധികൃത തൊഴിൽ ഭാവിയിൽ നിങ്ങളുടെ PR അപേക്ഷകളെ ബാധിച്ചേക്കാം. നാലാമതായി, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകളായ OINP, BC, PNP എന്നിവയുടെ ഏറ്റവും പുതിയ ഡ്രോ ഇൻവിറ്റേഷനുകളും യോഗ്യതാ വ്യവസ്ഥകളും നിരന്തരം നിരീക്ഷിക്കുക. പുതിയ തൊഴിൽ കണക്കുകൾ പ്രവിശ്യാ തലത്തിലുള്ള ഇമിഗ്രേഷൻ ഡ്രോകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കിടയിലും കനേഡിയൻ സാമ്പത്തിക രംഗം കാണിക്കുന്ന ഈ വീണ്ടെടുപ്പ് വരും മാസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കാനഡയിൽ സ്ഥിരതാമസമാക്കാനും നല്ലൊരു കരിയർ കെട്ടിപ്പടുത്താനും ആഗ്രഹിക്കുന്ന മലയാളി പ്രവാസികൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.